നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 563rd day. Today Prathama Skanda, second chapter, 34th sloka. This is the concluding sloka of this chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 563 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി. ഓം ശ്രീകൃഷ്ണായ നമഃ. മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഭാവയത് ശസത്വേന. ഓം ശ്രീകൃഷ്ണായ നമഃ. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരഥോ ദേവതിര്യംനരാദിഷു. ഓം തത്സത്. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരഥോ ദേവതിര്യംനരാദിഷു. ഓം തത്സത്. ലോകങ്ങൾക്ക് സുഖത്തെ വർദ്ധിപ്പിക്കുന്ന ആ ഭഗവാൻ ശ്രീഹരി ദേവന്മാർ, മൃഗാദികൾ, മനുഷ്യർ ഇവരിലൊക്കെ സ്വന്തം ഇച്ഛ കൊണ്ട് തന്നെ രൂപങ്ങളെ ധരിച്ച് ഓരോരോ ലീലകളെ പ്രകാശിപ്പിച്ച് സത്വഗുണം കൊണ്ട് ഈ ലോകത്തെ പരിപാലിക്കുന്നു എന്നാണ് പറയുന്നത്. ലോകഭാവന എന്ന് പറഞ്ഞാൽ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഏഷ ഇവൻ. തിര്യങ് നരാദിഷു ദേവന്മാർ, തിര്യക്കുകൾ. ദേവതിര്യങ് നരാദിഷു എന്ന് പറഞ്ഞാൽ ദേവന്മാർ, തിര്യക്കുകൾ, മനുഷ്യർ ഇവരിലൊക്കെ ലീലാവതാരത്തെ സ്വീകരിക്കുവാൻ ഇഷ്ടമുള്ളവനായിട്ട്, സ്വന്തം ഇഷ്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല, ഭഗവാൻ സ്വയേച്ഛയ എല്ലാറ്റിലും ജീവരൂപേണ ജീവനിനും ആധാരമായിട്ട് ഉള്ള രൂപമായിട്ട് ധരിച്ചുകൊണ്ട് ഈ ലോകത്തെ പരിപാലിക്കുന്നു. സത്വേന എന്ന് പറഞ്ഞാൽ സത്വഗുണം കൊണ്ട് ഈ ലോകത്തെ പരിപാലിക്കുന്നു എന്നാണ് പറയുന്നത്. ആ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീഹരിയുടെ ഗുണമാണ് ഇവിടെ പറയുന്നത്. ആ ശ്രീഹരി തന്നെയാണ് ഈ ലോകത്തെ പരിപാലിക്കുന്നത്. എല്ലാറ്റിലും, ദേവന്മാരിലും, തിര്യക്കുകളിലും, മനുഷ്യരിലും, സർവരിലും ആ ഭഗവാൻ തൻ്റെ സത്വഗുണം കൊണ്ട് ലീലകളെ അവതരിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നു. ആ ഭഗവാന്റെ പ്രകാശമാണ് നാം കാണുന്ന സർവസ്വവും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ശ്ലോകത്തോടുകൂടി പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായം സമാപിക്കുകയാണ്. അടുത്തതായിട്ട് 3ാമത്തെ അധ്യായം, പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായമാണ് ആരംഭിക്കുന്നത്. ഓം തത്സത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഭാവയേത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരഥോ രഥോ എന്ന് പറഞ്ഞാൽ ഇഷ്ടം കൊണ്ട് രസിച്ചുകൊണ്ട് ദേവതിര്യംനരാദിഷു. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം പ്രഥമസ്കന്ധേ 2ാധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.